നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇരിങ്ങാലക്കുട പള്ളിയിൽ വെച്ചിട്ടാണ് റിയ പ്രഥമ വ്രത വാഗ്ദാനവും സഭാവസ്ത്രം സ്വീകരിക്കുന്നതും. രാവിലെ 9:30 അവിടെ പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8:30 8:45 ആകുമ്പോഴേക്കും ഇറങ്ങാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഇറങ്ങാനും പറ്റി, കറക്റ്റ് സമയത്ത് അവിടെ എത്താനും പറ്റി എന്നുള്ളതാണ് അതിശയം. കാരണം നമുക്ക് ഒരു പരിപാടിക്കും കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാറില്ല. ഇതെന്തോ ഭാഗ്യത്തിന് നമുക്ക് എത്താൻ പറ്റി കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ ചാച്ചന് വീഡിയോ കോളും ചെയ്യാൻ പറ്റി, റിയയുടെ അടുത്ത് സംസാരിക്കാനും പറ്റി. റിയയുടെ ബ്ലെസ്സിങ്സ് ചാച്ചനും, ചാച്ചന്റെ ബ്ലെസ്സിങ്സ് റിയയ്ക്കും കൊടുക്കാൻ പറ്റി കേട്ടോ. കറക്റ്റ് സമയത്ത് അവിടെ എത്താനായിട്ട് ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു രംഗം മിസ് ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ പപ്പയുടെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ തിരുപ്പട്ടം ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നേ വരേക്കും ഞാനാണ് കേട്ടോ, ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരേക്കും കന്യാസ്ത്രീ പട്ടം കണ്ടിട്ടില്ല. ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, ഫുള്ള് ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ എന്നിട്ട് പോലും എനിക്കൊരു കന്യാസ്ത്രീയുടെ ഉടുപ്പ് മാറ്റമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്കത് കാണാൻ പറ്റിയത് ഓർത്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി നമ്മുടെ പരിപാടിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ. അവർ കരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദീപം അഭിമന്യ പിതാവ് ഏറ്റുവാങ്ങുന്നു. അതിന് കടന്ന ആസക്തി, ഈ ഭൗതിക മൂല്യങ്ങളോട് പൊരുതി ജയിക്കാൻ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതത്രയങ്ങളിലൂടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന, വേർതിരിക്കപ്പെടുന്ന ഒരു സമുന്നതമായ ജീവിത ശൈലി. സഹോദരരെ, നിങ്ങളെ വിസ്തൃതയോടെ ശ്രമിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആസ്വദിക്കും. പ്രിയ, ഈ സന്യാസോത്സവം സ്വീകരിക്കുവിൻ. ഇത് നിനക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. നവസന്യാസിനിമാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾക്ക് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. വൃതാനുഷ്ഠാനത്തിലൂടെ CMC സന്യാസി സമൂഹത്തിന് സമർപ്പണ ജീവിതത്തിനായി സിസ്റ്റർ റിയ ഷാജു വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവ് ഇപ്പോൾ നവസന്യാസിനികൾക്ക് ബൊക്കെ നൽകി ആശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളുടെ റിയാമോ ഒഫീഷ്യലി സിസ്റ്റർ റിയ ഷാജു CMC ആയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സന്ദർഭത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എവിടേക്കോ ഒന്ന് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിലൊരു പാർട്ട് വരുന്നുണ്ട്, നമ്മുടെ റിയയുടെ ആടയാഭരണങ്ങൾ അഴിച്ച് അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഒക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. റിയയുടെ ഈ ഒരു ദൈവവിളി, അതായത് കർത്താവിൻ്റെ മണവാട്ടിയാവാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, അതിലേക്ക് പോകണമെന്ന് അവൾ ആഗ്രഹിച്ച സമയം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് ഇവൾ ഒറ്റ മോളാണ്, ഇവൾക്കൊരു ചേട്ടനാണ് ഉള്ളത് കേട്ടോ. പോരാത്തതിനും നമ്മളെല്ലാവരും, ഈവൻ ഞാനായാൽ പോലും ഈ കുഞ്ഞുനാളിൽ നമ്മളെല്ലാവരും പറയുമല്ലോ, ഞാൻ വലുതാകുമ്പോൾ കന്യാസ്ത്രീ ആവും. ആൺപിള്ളേരാണെങ്കിൽ പറയും ഞാൻ വലുതാകുമ്പോൾ അച്ചമ്പട്ടത്തിന് പോകും എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ വലുതാകുമ്പോൾ പലരും അത് മാറ്റി പറയും കേട്ടോ. ഞാനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ വലുതാകുമ്പോൾ കന്യാസ്ത്രീ ആവാൻ പോകും. പക്ഷെ ഇപ്പം ഞാൻ കെട്ടി 2 പിള്ളേരുടെ അമ്മയാണ് കേട്ടോ.
പക്ഷെ റിയനെ സംബന്ധിച്ചിടത്തോളം റിയ പറഞ്ഞത് കുഞ്ഞുനാളിൽ പറഞ്ഞത് എന്താണോ അത് തന്നെ അവൾ വലുതായപ്പോഴും ആ ഒരു ഇതിൽ ഉറച്ചു നിന്ന് അവളിപ്പോൾ ആ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ജീവിക്കുന്നു. അതിൽ എന്താ പറയുക, പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല, ഇതൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയണം എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഈ ഒരു സമയത്ത് എൻ്റെ അനീത്തി ഉണ്ടല്ലോ, എൻ്റെ അനീത്തി റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചങ്കും കരളുമാണ്. ഈ അടയൻ ചക്കര എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൊണ്ടു നടക്കുന്ന രണ്ടുപേരാണ് കേട്ടോ. കസിൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ സ്വന്തം സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ് ഇന്നേ വരേക്കും നിന്നിട്ടുള്ളത്. അപ്പോൾ അവളുടെ റിയയുടെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യത്തിൽ ഐശുവിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഐശുവിനെ സംബന്ധിച്ചിടത്തോളം ഐശു വീഡിയോ കോളൊന്നും ചെയ്യില്ലായിരുന്നു, കാരണം അത്രയും സങ്കടത്തിലായിരുന്നു കേട്ടോ അവൾ. എന്നാലും ഐശു അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ അവൾക്ക് റിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഐശുവിൻ്റെ സങ്കടം തീർത്തിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ ഐശു റിയയും ഒക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട് കേട്ടോ, നമ്മളുടെ ആശാ വീരുണ്ടല്ലോ, പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു ആശാ വീര്. ഇതൊക്കെയായിരുന്നു റിയയും ഐശു ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന കളികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഓർക്കണയാണ് കേട്ടോ. അത്രയും അവർ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ റിയയുടെ ആ ഒരു പരിപാടിക്ക് മാത്രം ഐശുവിന് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമാണ് ഐശുവിൻ്റെ ഉള്ളിലുള്ളതും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കേട്ടോ. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നേ വരയ്ക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ചാച്ചൻ എന്നെ ഒരു ഫംഗ്ഷൻ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഫംഗ്ഷന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ എൻ്റെ പിള്ളേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ പപ്പയും അമ്മയും കേട്ടോ, ഐശുവും ഉണ്ടായിരുന്നില്ല, ചാച്ചനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരെ ഞാൻ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിന് ഒരു മുന്നിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിൻ്റെയും സിറ്റുവേഷൻ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ക്ലയൻസ് ഒക്കെ വന്ന ടൈം ആയതുകൊണ്ട് ചാച്ചന് വരാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ചാച്ചൻ്റെ പ്രസൻസ് നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ റിയയ്ക്കും കിട്ടി, എനിക്കും കിട്ടി, അത് മതി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഏതപ്പനും ഡോണപ്പനാണെന്നുണ്ടെങ്കിലോ അവിടെ വലിയൊരു സ്പേസ് കിട്ടിയതുകൊണ്ട് ഓട്ടം ചാട്ടം കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും വൈറ്റ് അതേപോലെ ഓഫ് വൈറ്റ് കളർ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത്. നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.